Guys, welcome back. Hello guys, welcome back to my channel. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറി വായിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഷ വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ 100 ഡേയ്സ് റീഡിങ് ചാലഞ്ച് വെച്ചിട്ടുണ്ട് അല്ലേ. 100 ദിവസം നമ്മളൊരു ബുക്ക് വായിച്ച് തീർക്കാൻ പോവാം. സോ ഞാൻ ഈ ബുക്ക് തുറന്നപ്പോൾ ഇതിൻ്റെ ആമുഖമല്ല, ഒരു മുഖക്കുറി എന്ന് പറഞ്ഞിട്ടൊരു പേജ് കൂടി ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഓഷോ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഓഷോ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം നമുക്ക് ഈ ഒരു ചെറിയ മുഖക്കുറി എന്ന് പറഞ്ഞ ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. സ്ത്രീയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാതകം വിവാഹമാണ്. പുരുഷനും സ്ത്രീയും ഏക ഇണയാൽ ഒതുങ്ങുന്ന പ്രകൃതക്കാരല്ല. മനഃശാസ്ത്രപരമായി അവർ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും കാക്ഷിക്കുന്നവരാണ്. എന്നാൽ നൈസർഗികമായതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ്. സ്ത്രീയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാതകം വിവാഹമാണ്. പുരുഷനും സ്ത്രീയും ഏക ഇണയാൽ ഒതുങ്ങുന്ന പ്രകൃതക്കാരല്ല. മനഃശാസ്ത്രപരമായി അവർ ബഹുഭർത്തൃത്വം കാക്ഷിക്കുന്നവരാണ്. എന്നാൽ നൈസർഗികമായതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ്. പുരുഷനെ ആശ്രയിക്കുന്നവളായതുകൊണ്ട് പെണ്ണിന് എല്ലാവിധ അപമാനങ്ങളും സഹിക്കേണ്ടി വരുന്നു. വിവാഹം വഴി പുരുഷൻ പെണ്ണിനെ തന്റെ സ്വാർത്ഥതയിൽ തളച്ചിട്ടു. അതേസമയം തന്റെ ബഹുപങ്കാളിത്ത പ്രകൃതത്തെ തൃപ്തിപ്പെടുത്താനായി ബഹുഭാര്യത്വവും വേശ്യാവൃത്തിയും സൃഷ്ടിച്ചു. വിവാഹം ഇല്ലാതാവാതെ വേശ്യാവൃത്തി ഇല്ലാതാവില്ല. കാരണം പുരുഷൻ ഏകപത്നി വ്രതത്തിൽ ബന്ധിതനാകാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവമേ, ഇതിന്റെ മലയാളം വേറെ എന്നൊക്കെ പോലെ. വിവാഹം എന്ന കരാറിൽ പുരുഷൻ പങ്കാളിയാണെങ്കിലും സമ്പത്തും അധികാരവും അവന്റെ കയ്യിലായതുകൊണ്ട് അത് പാലിക്കേണ്ടതില്ലെന്ന് വന്നു. അവൻ വേശ്യകളെ സൃഷ്ടിച്ചു. സ്ത്രീ അനുഭവിച്ചിരുന്ന മുഴുവൻ ഗതികേടുകൾക്കും ഉത്തരവാദി ഇന്നത്തെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹമാണെന്ന് ഓഷോ പറയുന്നു. ഓഷോ പറയുന്നത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഓഷോയുടെ അഭിപ്രായങ്ങൾ അവഗണിച്ചു തള്ളാൻ കഴിയില്ല. സ്ത്രീയെക്കുറിച്ച് തികഞ്ഞ ഗൗരവത്തോടെ അദ്ദേഹം ചിന്തിക്കുന്നു. ഇനി നമുക്ക് ഒരു പേജ് വായിക്കാം. നമ്മൾ ഇന്നലെ വായിച്ചതിന്റെ കണ്ടിന്യൂഷൻ. ഇന്നലെ വായിച്ചതിന്റെ ഒരു പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിച്ചതിന് ശേഷം പുതിയത് തുടങ്ങാം. കൂടുതൽ ആഴത്തിൽ പോകും തോറും ആസ്തിക്യം കൂടുതൽ നിഗൂഢമായി തീരും. അപ്പോൾ എല്ലാ ന്യായവാദങ്ങളും കൈവെടിഞ്ഞ് വെറുതെ പ്രകൃതിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരവസ്ഥ വന്നു ചേരും. അതിനെ ഞാൻ പരമമായ തിരിച്ചറിവ് എന്ന് വിളിക്കുന്നു. അത് പക്ഷെ സാധാരണ അർത്ഥത്തിലുള്ള തിരിച്ചറിവല്ല. നിങ്ങളതറിയുന്നു, അനുഭവിക്കുന്നു, എന്നാൽ പറയാനാവുന്നില്ല. പുരുഷൻ ഒരു നിഗൂഢതയാണ്, സ്ത്രീ ഒരു നിഗൂഢതയാണ്. നിലവിലുള്ളതെല്ലാം എന്നും ഒരു നിഗൂഢതയാണ്. അതളക്കാനുള്ള നമ്മുടെ ഏതു ശ്രമവും വിഫലമാവുകയേ ഉള്ളൂ. മകന് ക്രിസ്തുമസ് സമ്മാനം വാങ്ങാൻ പോയ ഒരു ശാസ്ത്രജ്ഞന്റെ കഥ ഞാൻ ഓർക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് കടയുടമ അയാൾക്ക് ഒരു ജിഗ്സോപ്സൽ കളിപ്പാട്ടം എടുത്തുകൊടുത്തു. പസ്ലിൽ ആകൃഷ്ടനായ ശാസ്ത്രജ്ഞൻ പസിലിൽ എന്നാണ് കുട്ടികളെ, ഞാനും വിചാരിച്ചത് എന്ത് വാർത്താം. പസിലിൽ ആകൃഷ്ടനായ ശാസ്ത്രജ്ഞൻ അതിന്റെ സംഗതി അപഹാസ്യമാവുകയാണ്. വാങ്ങാൻ വന്നവരും വിൽപ്പനക്കാരും കടയുടമയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പസൽ പരിഹരിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ അയാൾ ആ ശ്രമം ഉപേക്ഷിച്ചു. കടക്കാരനോട് കയർത്തു, ഞാനൊരു ഗണിത ശാസ്ത്രജ്ഞനാണ്. എനിക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കടയുടമ പറഞ്ഞു, ആർക്കും ഉത്തരം കണ്ടെത്താനാവാത്ത വിധമാണ് ഇതിന്റെ നിർമ്മിതി. എന്തിനാണ് ഈ വിധം ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ശാസ്ത്രജ്ഞൻ അരിശപ്പെട്ടു. ഇങ്ങനെ നിർമ്മിക്കാൻ കാരണം കടയുടമ വിശദീകരിച്ചു.
ഇതുമായി കളിക്കുമ്പോൾ ഇളം പ്രായത്തിൽ തന്നെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങും. ജീവിതം ഉത്തരം കണ്ടെത്താനാവാത്തതാണെന്ന്, മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന്. ജീവിതം നിങ്ങൾക്ക് ജീവിക്കാം, ആഘോഷിക്കാം, നിഗൂഢതയുടെ ആവരണത്തിൽ കഴിയാം. എന്നാൽ അതിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നെ തന്നെ മനസ്സിലാക്കാൻ എനിക്കായിട്ടില്ല. എനിക്ക് ഏറ്റവും വലിയ നിഗൂഢത ഞാൻ തന്നെയാണ്. എന്നിരിക്കലും ഏതാനും ചെറു സൂചനകൾ എനിക്ക് നൽകാൻ കഴിയും. മനോരോഗ ചികിത്സകൻ നിങ്ങളോട് പണച്ചെലവേറിയ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. ആ ചോദ്യങ്ങൾ എത്രയും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് വെറുതെ ചോദിക്കുന്നവയാണ്. സ്ത്രീയുടെ മനസ്സ് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ പറയുന്നതിനോട് യോജിക്കുക. അവൾ യാഥാർത്ഥ്യത്തിൽ ഉദ്ദേശിച്ചത് എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവളെ നോക്കുക. അവൾ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇത് മൊത്തം നമ്മൾ വായിച്ചു. പിന്നെന്താ വായിച്ചത്? നമ്മൾ ആമുഖമല്ലല്ലോ, മുഖക്കുറി വായിച്ചു. അപ്പോൾ ഓഷോയുടെ സ്ത്രീ എന്ന ബുക്കിലെ 2 പേജ്, അതായത് ഒരു പേജിന്റെ 2 വശങ്ങൾ നമ്മൾ വായിച്ചിരിക്കുകയാണ്. ഡേ 2 ഇൻട്രോ എടുത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് ഓഷോയുടെ സ്ത്രീ എന്ന ബുക്ക്. ഓഷോ എഴുതിയത് ഇംഗ്ലീഷിലാണ്. ഇത് പരിഭാഷ ചെയ്തത് KPA സമദാണ് ഇത് പരിഭാഷ ചെയ്തത്. ഇംഗ്ലീഷിലുള്ള ഈ ബുക്കിന്റെ പേര് ദ ബുക്ക് ഓഫ് വുമൻ എന്നാണ്. അപ്പോൾ ഇനി നാളെ കാണാം. നാളെ നമ്മൾ അടുത്ത പേജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ചാച്ചാ ബൈ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഫ്രം സ്നേഹ് ശ്യാം വ്ളോഗ്സ്.